നമസ്കാരം, പോസിറ്റീവ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വിശ്വസാഹിത്യകാരന്മാരുടെ പുസ്തകങ്ങളുമായി സഞ്ചരിക്കുന്ന വായനശാല. പുസ്തകശാലയുടെ ലക്ഷ്യം ജനങ്ങളിൽ വായനശീലം വളർത്താൻ. ബാലമന്ദിരത്തിലെ കുട്ടികൾക്ക് യോഗ പരിശീലനം. പദ്ധതിക്ക് പിന്നിൽ തിരുനാവായയിലെ സാർവലൗകിക വ്യക്തി സമന്വയ കേന്ദ്രം. ഭക്ഷണപ്രിയർക്ക് സഞ്ചരിക്കുന്ന ഭക്ഷണശാല ഒരുക്കി മാമൂസ് റെസ്റ്റോറന്റ്. ഭക്ഷണശാല ഒരുക്കിയിരിക്കുന്നത് കുടുംബശ്രീക്ക് കീഴിൽ. പാരമ്പര്യം കൈവിടാതെ വയനാട്ടിലെ ആദിവാസി സമൂഹം. മുളയും വൈക്കോലും കൊണ്ട് നിർമ്മിച്ച വീടുകൾ ഊരുകളിൽ സജീവം. വിശദമായ വാർത്തകളിലേക്ക്. വിശ്വസാഹിത്യകാരന്മാരുടെ ഉൾപ്പെടെയുള്ള ആയിരക്കണക്കിന് പുസ്തകങ്ങളുമായി ഒഡീസയിൽ നിന്നും എത്തിയ സഞ്ചരിക്കുന്ന പുസ്തകശാല കൊല്ലത്ത് ശ്രദ്ധയാകർഷിക്കുന്നു. 6ഓളം സംസ്ഥാനങ്ങളിൽ പര്യടനം നടത്തിയാണ് ഇവർ കൊല്ലത്തെത്തിയത്. ഒഡീഷ സ്വദേശികളായ ഇരുവർ സംഘമാണ് 6ഓളം സംസ്ഥാനങ്ങളിലെ പര്യടനം പൂർത്തിയാക്കി സഞ്ചരിക്കുന്ന പുസ്തകശാലയുമായി കൊല്ലത്തെത്തിയിരിക്കുന്നത്. യുവതലമുറയിൽ കുറഞ്ഞുവരുന്ന വായനാശീലത്തെ മടക്കിക്കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് ഒഡീഷ സ്വദേശികളായ അക്ഷയ് റൌത്തും ശതാബ്ദി മിശ്രയും സഞ്ചരിക്കുന്ന പുസ്തകശാലയുമായി രാജ്യത്താകമാനം പര്യടനം നടത്തുന്നത്. സഞ്ചരിക്കുന്ന പുസ്തകശാല ഇതിനകം പര്യടനം ഛത്തീസ്ഗഡ്, തെലങ്കാന, ആന്ധ്രാപ്രദേശ് തുടങ്ങി 6ഓളം സംസ്ഥാനങ്ങളിൽ പൂർത്തിയാക്കി കഴിഞ്ഞു. പുസ്തകങ്ങൾ വിൽക്കുക എന്നതല്ല, മറിച്ച് പുസ്തകങ്ങൾ വായിക്കുവാനുള്ള അവസരം ഒരുക്കുക എന്നതാണ് ഈ യാത്ര കൊണ്ട് ലക്ഷ്യമിടുന്നതെന്ന് സംഘത്തിലെ ശതാബ്ദി മിശ്ര പറഞ്ഞു. Shatabdi and me and my partner are on a all India tour to take books to more and more people everywhere. So we have started an all India tour called Read More India 2015. We'll be touring 20 states of India. We'll be traveling to 10,000 kilometers all over India with books in this book truck. So we are carrying about 4,000 books and we'll be visiting various small towns, villages and cities, and we'll be displaying books there. So this is a free library as well as a bookshop on wheels where people can come in, browse, read for free and also buy books at a 20% discount if they want. So this is a 3-month long tour, and the reason why we are doing this is to encourage more people everywhere to read more books. And by books I do not mean textbooks or curriculum based books. By books I mean good books, good literature, good fiction, non-fiction, anything at all apart from textbooks, storybooks. So the whole idea is to encourage more people everywhere to read more books and to understand the world around us and to open our heads and to open our minds. ഇന്ത്യയിലെ 20ഓളം സംസ്ഥാനങ്ങളിൽ ഇവർ പര്യടനം നടത്തും. വായനയ്ക്ക് വളരെ പ്രചോദനം നൽകുന്നതാണ് സഞ്ചരിക്കുന്ന ഈ പുസ്തകശാലയെന്ന് ശാല സന്ദർശിച്ച PG വിദ്യാർത്ഥിനി ജെന്നിഫർ പറഞ്ഞു. ഒരുപാട് സന്തോഷം തരുന്നൊരു കാര്യമാണ്. കാരണം കച്ചവടം എന്നൊരു മോട്ടീവിനുപരി ഒരുപാട് പുസ്തകങ്ങൾ മനുഷ്യരിലേക്ക് എത്തിക്കുക എന്നൊരു മോട്ടീവാണ് ഇവർക്കുള്ളത്. അപ്പോൾ ഒത്തിരി സന്തോഷം തരുന്നു. പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ഒരുപാട് പുസ്തകങ്ങൾ ഒരുമിച്ച് കാണാൻ പറ്റി. പിന്നീട് ഞങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്നൊരു ആഗ്രഹം ഉള്ളിൽ തോന്നുന്നു. വിശ്വോത്തര ക്ലാസിക് കൃതികളും കുട്ടികൾക്കുള്ള കഥാപുസ്തകങ്ങളും ഉൾപ്പെടെ അറിവിൻ്റെ സഞ്ചരിക്കുന്ന ഈ അങ്ങാടിയിൽ ആയിരക്കണക്കിന് വിജ്ഞാനപ്രദങ്ങളായ പുസ്തകങ്ങളുടെ കലവറ തന്നെയാണുള്ളത്. ക്യാമറാമാൻ റഷീദ് തട്ടാമലയ്ക്കൊപ്പം R ജയപ്രകാശ്, ജീവൻ ന്യൂസ്, കൊല്ലം. യോഗയുടെയും ധ്യാനത്തിൻ്റെയും മഹത്വവുമായി മലപ്പുറം തിരുനാവായയിലെ സാർവലൗകിക വ്യക്തി സമന്വയ കേന്ദ്രം ഹ്രസ്വകാല പഠന പദ്ധതിക്ക് തുടക്കമിട്ടു. നിർധനരുടെ അഭയകേന്ദ്രമായ ബാലമന്ദിരത്തിലെ കുട്ടികൾക്ക് പരിശീലനം നൽകിയാണ് പദ്ധതി ആരംഭിച്ചത്. കഴിഞ്ഞ 15 വർഷമായി നിർധനരുടെയും നിരാശരുടെയും അഭയകേന്ദ്രമാക്കുകയാണ് ബാലമന്ദിരം. ഓരോ വ്യക്തിയുടെയും ജീവിത വിജയത്തിന് ആധാരം ആധ്യാത്മികതയിലാകണമെന്ന തിരിച്ചറിവിലാണ് ബാലമന്ദിരത്തിന് സമീപം സാർവലൗകിക വ്യക്തി സമന്വയ കേന്ദ്രത്തിന് ഇവർ തുടക്കമിട്ടത്. ഓരോ മാസവും വിവിധ തരത്തിലുള്ള ആധ്യാത്മിക പാഠ്യക്രമങ്ങളാണ് അന്തേവാസികൾക്കായി ഇവർ വിഭാവനം ചെയ്യുന്നത്. നിരാശ്രയമായവരുടെ വിശപ്പ് മാറ്റുന്നതിനൊപ്പം ലക്ഷ്യബോധമുള്ള വ്യക്തികളാകാൻ യോഗയും ധ്യാനവും അനിവാര്യമാണെന്ന അനുഭവം ഇവർക്ക് തുണയായി. ഒറ്റപ്പെടലിന്റെ വേദനയിൽ മാനസിക സംഘർഷം അനുഭവിക്കുന്നവർക്ക് ഇത് ആശ്വാസമാണ് താനും. ഇവിടെ അഗതികളും അനാഥരും നിർധനരുമായ ജാതിമതഭേദമില്ലാതെ പഠിപ്പിക്കുന്ന, അവരെ സാംസ്കാരികമായി ഉയർത്തുന്ന ഒരു പദ്ധതിയാണ് വാരിയർ ഫൗണ്ടേഷൻ്റെ. മാനസികമോ ഔദ്യോഗികമോ കുടുംബപരമായ നിലയിലും ഉപരിയായി ആധ്യാത്മികതയിലും ഊന്നിക്കൊണ്ടായിരിക്കണം സ്വന്തം വ്യക്തിത്വം നിലനിർത്തേണ്ട ആവശ്യമാണ്. ആ വ്യക്തിത്വത്തിന് ആദ്യമായി വേണ്ടത് സ്വന്തമായ ഒരു ധാരണ, ഞാൻ ആരാണെന്നൊരു ബോധം എത്തുകയാണ്.
300ഓളം വിദ്യാർത്ഥികൾക്ക് ഗ്രൂപ്പ് തിരിച്ചായി പരിശീലനം നൽകി വരുന്നു. ഇക്കഴിഞ്ഞ ദിവസം സെന്ററിൽ നടന്ന ഗ്ലോബൽ സ്പിരിച്വൽ കൺവെൻഷനിൽ പരിശീലനം ലഭിച്ചവരുടെ പ്രകടനം ഏറെ ആസ്വാദകരമായിരുന്നു. കൺവെൻഷനിൽ UK, ബ്രസീൽ, സ്വിറ്റ്സർലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും പ്രതിനിധികളെത്തി. വിശപ്പകറ്റിയും അന്തിയുറങ്ങാൻ പാർപ്പിടമൊരുക്കിയും സാർവലൗകിക സമന്വയ കേന്ദ്രം യോഗാ പഠനം ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ പരിപാടിയിലൂടെ നാളത്തെ തലമുറയ്ക്ക് വഴികാട്ടിയാകുകയാണ്. ഒപ്പം നാടിൻ്റെ നന്മയും ലക്ഷ്യമിട്ട്. അജീഷ തോളി, ജീവൻ ന്യൂസ്, കോഴിക്കോട്. കുറഞ്ഞ വിലയ്ക്ക് ചായയും ലഘുഭക്ഷണവും നൽകി മാതൃകയാവുകയാണ് കോഴിക്കോട് മാവൂർ സ്വദേശി മുഹമ്മദ്. 10 രൂപയ്ക്കാണ് മുഹമ്മദ് ചായയും ലഘുഭക്ഷണവും നൽകുന്നത്. ഹോട്ടലുകളിൽ ഒരു ചായക്ക് എത്ര രൂപ കൊടുക്കണം? 8 രൂപ അല്ലെങ്കിൽ 10. വർഷാവർഷം ഭക്ഷണവില കൂട്ടുന്ന ഹോട്ടൽ കച്ചവടക്കാർക്കിടയിലെ വേറിട്ട വ്യക്തിത്വമാണ് മാവൂർ കൽപ്പള്ളിയിലുള്ള മുഹമ്മദിക്ക. പ്രാരാബ്ധങ്ങൾ ഏറെയുണ്ടെങ്കിലും ഭക്ഷണ സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കാറില്ല. 5 രൂപയാണ് ചായയുടെ വില. ലഘുഭക്ഷണത്തിനും 5 രൂപ മാത്രം. അതുകൊണ്ടുതന്നെ മുഹമ്മദിക്കയുടെ ചെറിയ ചായക്കടയിൽ ആളുകളുടെ തിരക്കാണ്. ചായ 5 കടിയുണ്ട്. ഇതിൻ്റെ വ്യത്യാസം എന്താ അറിയുമോ? ജനങ്ങളുമായി ബന്ധപ്പെടാനുള്ള അതിൻ്റെ വ്യത്യാസം. ജനങ്ങളുമായി ബന്ധപ്പെടാനുള്ള ഒറ്റ മാർക്കാണ്, അല്ലാതെ വേറെ മാർക്കില്ല. അതുകൊണ്ട് ഈ ഇതിൻ്റെ ആവശ്യമുള്ള പൈസ ഇങ്ങനെ കിട്ടുകയും. പ്രവാസ ജീവിതത്തിനു ശേഷം നാട്ടിലെത്തിയ മുഹമ്മദ് 3 വർഷമായി ചായക്കട നടത്തിവരുന്നു. ലാഭത്തിനപ്പുറത്ത് സ്നേഹ സൗഹൃദങ്ങൾക്ക് പ്രാമുഖ്യം കൽപ്പിക്കുന്ന മുഹമ്മദിക്കയുടെ ചായക്ക് ആവശ്യക്കാർ ഏറുകയാണ്. ചായ നൽകാൻ മുഹമ്മദിക്കയും റെഡി. ജീവൻ ന്യൂസ്, കോഴിക്കോട്. കോൺക്രീറ്റ് ഭവനങ്ങൾ നാട് നിറയുമ്പോഴും മുളയും വൈക്കോലും കൊണ്ട് നിർമ്മിച്ച വീടുകൾ കൈവിടാൻ മടിക്കുകയാണ് വയനാട്ടിലെ ആദിവാസി സമൂഹം. അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത കുറഞ്ഞുവെങ്കിലും ഇത്തരം വീടുകൾ ഇന്നും കൗതുക കാഴ്ച തന്നെ. ഒരു കാലത്ത് നെൽവയലുകളാൽ സമ്പന്നമായിരുന്ന വയനാട്ടിൽ കൃഷി ഭക്ഷണം മാത്രമായിരുന്നില്ല, പാർപ്പിടവും ഒരുക്കിയിരുന്നു. കൊയ്ത്തിന് ശേഷം വൈക്കോലും വനവിഭവങ്ങളിൽ പ്രധാനപ്പെട്ട മുളംതണ്ടും ഉപയോഗിച്ചായിരുന്നു വയനാട്ടിലെ ഗോത്രവിഭാഗങ്ങൾ പാർപ്പിടങ്ങൾ നിർമ്മിച്ചിരുന്നത്. വർഷാവർഷവും വീടുകളുടെ മേൽക്കൂര പൊളിച്ച് വർഷകാലത്തിന് മുന്നോടിയായി പുല്ലുകൾ മേയും. മഴക്കാലത്തും വേനൽക്കാലത്തും ഒരേ താപനില നിലനിർത്തിയിരുന്ന ഇത്തരം പുൽവീടുകൾ ഇന്ന് കൗതുക കാഴ്ച മാത്രമായി അവശേഷിക്കുന്നു. താമസിക്കാനും സുഖമാണ്. വേനൽ വർഷം ഒരേ കാലാവസ്ഥ തന്നെ. ഇത് മുള വെട്ടിക്കൊണ്ടുവന്നിട്ട് അതിനെ ഒരു സൈഡ് തുടച്ചിട്ട് അതിനെ രണ്ടും അങ്ങനെ കോർത്ത് അപ്പുറത്തിപ്പുറത്തായിട്ട് കോർത്തു ഇതാ. ആദിവാസികൾക്ക് പുറമെ ഗിരിവർഗ സംസ്കാരം ഉൾക്കൊള്ളുന്ന ചെട്ടി വിഭാഗത്തിൽപ്പെട്ടവരും ഇത്തരം വീടുകൾ തന്നെയാണ് താമസിക്കാനായി ഉപയോഗിച്ചിരുന്നത്. ഒറ്റ നിലയിൽ മാത്രം നിർമ്മിക്കുന്ന പുൽവീടുകൾക്കുള്ളിൽ തന്നെയായിരുന്നു കൃഷി മുഖ്യ തൊഴിലാക്കിയിരുന്ന ഗോത്രസമൂഹം ധാന്യങ്ങൾ സൂക്ഷിച്ചിരുന്നതും ഉണക്കിയിരുന്നതും. നെൽവയലുകൾ മറ്റു കൃഷികൾക്ക് വഴിമാറി തുടങ്ങിയതോടെയാണ് പുൽവീടുകളുടെ തിരോധാനം ആരംഭിച്ചത്. ആദിവാസി ഭവന പദ്ധതികളിലൂടെയുണ്ടായ കോൺക്രീറ്റ് ഭവന വിപ്ലവം പുൽവീടുകളെ പൂർണ്ണമായും ഇല്ലാതാക്കി. സർക്കാരിൽ നിന്നും കോൺക്രീറ്റ് വീടുകൾ കിട്ടിയിട്ടും കൊടും ചൂടിനെയും തണുപ്പിനെയും പ്രതിരോധിക്കാൻ പുൽവീടുകളെ ആശ്രയിക്കുന്നവർ ഇന്നും വയനാട്ടിലെ വിവിധ ഗോത്രവർഗ കോളനികളിലുണ്ട്. ജംഷീർ, ജീവൻ ന്യൂസ്, വയനാട്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. വാർത്തകൾ തുടരുന്നു. സന്നിധാനത്തെത്തുന്ന അയ്യപ്പ ഭക്തരുടെ ദാഹം ശമിപ്പിക്കാൻ ദേവസ്വം ബോർഡ് വക സൗജന്യ ചുക്കുകാപ്പിയും ഔഷധ കുടിവെള്ളവും. പമ്പ മുതൽ സന്നിധാനം വരെ 50-ൽ പരം കേന്ദ്രങ്ങളാണ് ഇതിനായി പ്രവർത്തിക്കുന്നത്. ട്രോമ കെയർ, റോഡ് ആക്സിഡന്റ് എയ്ഡ് സെന്റർ, മോട്ടോർ വെഹിക്കിൾ, പോലീസ്, അഗ്നിശമന സേന, എക്സൈസ്, ആരോഗ്യം എന്നീ വകുപ്പുകൾ സംയുക്തമായിട്ടാണ് രാത്രികാല സുരക്ഷിത യാത്രയ്ക്കായി കൊല്ലം നഗരത്തിൽ ചൂട് ചുക്കുകാപ്പി വിതരണം വിവിധ സ്ഥലങ്ങളിലായി ആരംഭിച്ചത്. രാത്രി 12 മണി മുതൽ ആരംഭിക്കുന്ന ചൂട് ചുക്കുകാപ്പി വിതരണം പുലർച്ചെ വരെ തുടരും. ചുക്കിൻ്റെ നേരിയ എരിവും കരിപ്പോട്ടിയുടെ മധുരവും ചൂടും കൂടിയാകുമ്പോൾ ഡ്രൈവർമാർ ഉന്മേഷഭരിതരാകുമത്രേ. മാത്രമല്ല പുലർച്ചെ വരെ അവർ ഉറങ്ങുകയുമില്ല. ശബരിമല തീർത്ഥാടന കാലത്ത് ഡിസംബറിൽ മഞ്ഞ് വീഴുന്ന സമയത്ത് ഡ്രൈവർമാർക്ക് പെട്ടെന്ന് ഉറക്കം വരുമെന്നും ഇത് വൻ ദുരന്തങ്ങൾക്കിടയാക്കിയിട്ടുണ്ടെന്ന തിരിച്ചറിവുമാണ് ചൂട് ചുക്കുകാപ്പി വിതരണം എന്ന ആശയം തന്നെ കൊണ്ടുവരാൻ കാരണം. ഡ്രൈവർമാർ ഈ പരിപാടിയുമായി പൂർണ്ണമായി സഹകരിക്കുന്നുണ്ടെന്നും അതുകൊണ്ട് തന്നെ അപകടങ്ങൾ കുറഞ്ഞിട്ടുണ്ടെന്നും മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ആർ ശരത്ചന്ദ്രൻ പറഞ്ഞു. നൈറ്റ് ഡ്രൈവേഴ്സിന് ഒരു ബോധവൽക്കരണം, ഒരു ചുക്കുകാപ്പി കൊടുത്ത് ഉറങ്ങി വരുന്ന ആൾക്കാരെ ഒന്ന് ഉണർത്തുക, അവർക്കൊരു ബോധവൽക്കരണം നൽകുക, അതുപോലെ തന്നെ ലഘുലേഖ വിതരണം, ഇതെല്ലാം വളരെ ഭംഗിയായിട്ട് നടന്നു വരികയാണ്. ഇതിൻ്റെ മികച്ച പ്രതികരണമാണ് നമുക്ക് ജനങ്ങളിൽ നിന്നും ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. ഈ ഡിസംബർ മാസങ്ങളിലാണ് പൊതുവെ അപകടങ്ങൾ കൂടുതലായിട്ട് സംഭവിക്കുന്നത്.
അതിന് ഒരു പരിധിവരെ നമുക്ക് ഈ ഒരു ബോധവൽക്കരണം കൊണ്ട് സാധിക്കുമെന്നുള്ളതാണ് ഈ ഒരു പ്രോഗ്രാം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതും. അത് വലിയ ഒരു വിജയമായിട്ട് തന്നെയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കൊല്ലം RTO ശരവണൻ, ജോർജ് എഫ് സേവ്യർ, സന്തോഷ് താങ്കച്ചൻ, റോണ റബീറോ, സിംസൺ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി വരുന്നു. ജീവൻ ന്യൂസ്, കൊല്ലം. മണ്ണിൽ പൊന്നു വിളയിച്ച വിദ്യാർത്ഥികൾ. മലപ്പുറം കോഡൂർ വലിയാട് UAHM LP സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഹരിതം ഫാർമേഴ്സ് ക്ലബ്ബ് രൂപീകരിച്ച് കൃഷി നടത്തുന്നത്. കോഡൂർ കൃഷിഭവന്റെ സഹകരണത്തോടെ നടത്തിയ ജൈവ പച്ചക്കറി കൃഷി വിളവെടുപ്പ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പുൽപ്പാടൻ സക്കീന നിർവഹിച്ചു. ചീര, വെണ്ട, പയർ, മുളക്, തക്കാളി, വഴുതന എന്നിവയും കൃഷിഭവനിൽ നിന്നും ലഭിച്ച പപ്പായ, കയ്പ, ചിരങ്ങ, പടവലം, മത്തൻ, കുമ്പള, വെള്ളരി എന്നിവയും PTA സമാഹരിച്ച കപ്പ, വാഴ, ചേന, ചേമ്പ് തുടങ്ങിയവയും വിദ്യാർത്ഥികളുടെ കൃഷിത്തോട്ടത്തിലുണ്ട്. കീടങ്ങളെ നിയന്ത്രിക്കാൻ കൃഷിയിടത്തിന്റെ ഓരങ്ങളിൽ മഞ്ഞ മല്ലികയും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നവംബർ ആദ്യവാരത്തിൽ ശീതകാല പച്ചക്കറികളായ കോളിഫ്ലവർ, കാബേജ് എന്നിവയും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ വിവിധ ഇനം വാഴകൾ, മഞ്ഞൾ എന്നിവയും കുട്ടികളുടെ കൃഷിത്തോട്ടത്തിലുണ്ട്. വിഷരഹിത പച്ചക്കറികളെക്കുറിച്ച് വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കൃഷി ആരംഭിച്ചതെന്ന് സ്കൂളിലെ പ്രധാന അധ്യാപകനായ KM മുസ്തഫ പറയുന്നു. സാധാരണഗതിയിൽ നമ്മൾ പച്ചക്കറി വാങ്ങാൻ പോകുമ്പോൾ ശരിക്കും മനസ്സിൽ വിഷം വാങ്ങാൻ പോകുന്നതിന് തുല്യമാണ് ഇപ്പോഴത്തെ പച്ചക്കറി കഴിക്കുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ വിഷരഹിതമായിട്ടുള്ളൊരു പച്ചക്കറി കുട്ടികൾക്കും അവരുടെ രക്ഷിതാക്കളും പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് മാതൃകാ തോട്ടം നമ്മുടെ സ്കൂളിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രചോദനം ഉണ്ടായിട്ടുണ്ട്. ഓരോ ക്ലാസ്സിനും ഓരോ പീരീഡ് കുട്ടികൾക്കായി നീക്കിവെച്ചാണ് കൃഷിയെ പരിചരിച്ചത്. വെല്ലുവിളികളെ അതിജീവിച്ച് നടത്തിയ ജൈവ കൃഷി പൂർണ്ണ വിജയമാണെന്നും മുസ്തഫ പറയുന്നു. നിങ്ങൾ ഓരോ ക്ലാസ്സിലെ കുട്ടികൾക്കും നമ്മൾ ഓരോ പീരീഡ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ആ ടീച്ചറും കുട്ടികളും വന്നിട്ട് വിവിധ തരത്തിലുള്ള കൃഷി രീതികളും അവരുടെ അതുപോലെ അതിൻ്റെ വളർച്ചാ ഘട്ടങ്ങളും അതുപോലെ കീടങ്ങൾ എങ്ങനെ നശിപ്പിക്കാം, എന്തൊക്കെ വളങ്ങളാണ് ചേർക്കുന്നത്, തികച്ചും ജൈവ വളങ്ങളും അതുപോലെ ജൈവ കീടനാശിനി മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് അങ്ങനെ ഒരു കൃഷി നമ്മളിവിടെ പ്രോത്സാഹിപ്പിച്ചത്. തരിശുഭൂമിയിൽ ജൈവ കൃഷി പരിചരണത്തിനും പ്രവർത്തനങ്ങൾക്കും പ്രധാന അധ്യാപകൻ KM മുസ്തഫയും അധ്യാപകരായ KP ഷൈനിയും PP ഹക്കീമും മറ്റു സഹ അധ്യാപകരും PTA ഭാരവാഹികളും കുട്ടികൾക്കൊപ്പമുണ്ട്. വിളവെടുത്ത മുഴുവൻ പച്ചക്കറികളും സ്കൂളിലെ ഉച്ചഭക്ഷണത്തിനായാണ് ഉപയോഗിക്കുന്നത്. മുഹമ്മദ് അലി വലിയാട്, ജീവൻ ന്യൂസ്, മലപ്പുറം. വിറയ്ക്കുന്ന കൈകളാൽ വിസ്മയകരമായ മാതൃകകൾ തീർക്കുകയാണ് കൊച്ചി കാക്കനാട് സ്വദേശിയായ ഷിജി. വിധിയോട് പൊരുതി ആത്മവിശ്വാസം കൈമുതലാക്കി ഇയാൾ നിർമ്മിക്കുന്ന കളിപ്പാട്ടങ്ങൾ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നതാണ്. കാറുകൾ, പൊക്ലൈൻ, ടിപ്പർ എല്ലാം ഇങ്ങനെ നിരത്തി പാർക്ക് ചെയ്തിരിക്കുകയാണ് ഈ വീട്ടിൽ. വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് ഷിജി നിർമ്മിച്ച കളിപ്പാട്ടങ്ങളാണിത്. ബേസ്ബോർഡും പശയും കത്രികയും മാത്രം മതി ഷിജിക്ക് ഏതു രൂപവും ഉണ്ടാക്കാൻ. ഹെലികോപ്റ്ററും താജ്മഹലും പഴയ തറവാടിന്റെ മോഡലും മെട്രോ ട്രെയിനുമെല്ലാം ഈ കരവിരുതിൽ ഉണ്ടായിട്ടുണ്ട്. വീട്ടിലെ കൊച്ചുമുറിയിൽ ഒതുങ്ങുന്നതാണ് ഷിജിയുടെ ലോകം. ചെറുപ്പത്തിൽ പനിയിലൂടെ വന്ന കൈകാൽ വിറയിലും അപസ്മാരവുമെല്ലാം ഇപ്പോഴും വിടാതെ പിന്തുടരുകയാണ്. കൈകൾ പോകുന്നിടത്തേക്ക് കാലുകൾ പോകില്ല, കാലുകൾ നീങ്ങുമ്പോൾ ശരീരം മറ്റൊരിടത്തേക്ക് എന്നതാണ് അവസ്ഥ. എങ്കിലും യാതൊരു തടസ്സവുമില്ലാതെ ചലിക്കുന്ന തന്റെ കളിപ്പാട്ടങ്ങൾ കാണുമ്പോൾ ഷിജി അവശതകൾ മറക്കും. നിർമ്മിച്ചിരിക്കുന്നത് സാധനം വെട്ടുമ്പോൾ ഇടയ്ക്കൊക്കെ ബുദ്ധിമുട്ടുണ്ട്, എങ്കിൽ പോലും ഞാനത് ചെയ്യുമ്പോൾ അതൊന്നും എനിക്കൊരു പ്രശ്നമേ അല്ല. ഈ ബ്ലേഡൊക്കെ ഉപയോഗിച്ച് ഞാൻ വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നവർ പറയും, എടാ ഇങ്ങോട്ടാ ഞാൻ വെട്ടിത്തരാം അല്ലെങ്കിൽ ഞാൻ വരച്ച് തരാം എന്ന് പറയും. എന്നാൽ ഞാൻ പറയാം അതൊന്നും വേണം, ഞാൻ വരച്ചോളാം, വെട്ടിക്കോളാം എന്ന് പറയും. 7ാം ക്ലാസ് വരെ മാത്രം പഠിച്ച ഷിജിയുടെ നിർമ്മാണത്തിലെ എഞ്ചിനീയറിംഗ് കൃത്യത അത്ഭുതകരമാണ്. വാഹനങ്ങളുടെ ഡോറും ബോണറ്റുമെല്ലാം തുറക്കാവുന്നതും ചലിപ്പിക്കാവുന്നതുമാണ്. ആളുകളുടെ ആവശ്യപ്രകാരം വീടുകളുടെ മാതൃകയും ഇയാൾ നിർമ്മിച്ചു നൽകാറുണ്ട്. ഏതെങ്കിലും കളിപ്പാട്ട കമ്പനിയിൽ ജോലി കിട്ടണമെന്നാണ് ഇയാളുടെ ഏറ്റവും വലിയ ആഗ്രഹം. വിറയ്ക്കുന്ന കൈകളാൽ വിസ്മയകരമായ നിർമ്മിതികൾ തീർക്കുകയാണ് ഈ യുവാവ്. വിധിയുടെ കൈയിലെ കളിപ്പാട്ടമായി തീർന്ന് വൈകല്യങ്ങളിൽ ഒഴിലുമ്പോഴും വിധിയോട് തോറ്റു പിന്മാറാൻ ഇദ്ദേഹം തയ്യാറല്ല. കൊച്ചിയിൽ നിന്ന് ക്യാമറാമാൻ MD വിജയനൊപ്പം ചിഞ്ചു M സാജു, ജീവൻ ന്യൂസ്. വടകര ഇരിങ്ങൽ ക്രാഫ്റ്റ് വില്ലേജിൽ കാഴ്ചയുടെ വിരുന്നൊരുക്കി അരുൺ എന്ന യുവാവ് സന്ദർശകരെ വരവേറ്റു. ജീവൻ തുടിക്കുന്ന നിരവധി ശില്പങ്ങളാണ് ഭിന്നശേഷിയുള്ള അരുൺ നിർമ്മിച്ചിരിക്കുന്നത്.
അരുണിന് സംസാരിക്കാൻ കഴിയില്ല, പക്ഷേ അരുണിന്റെ ശില്പങ്ങൾ നമ്മളോട് സംസാരിച്ചുകൊണ്ടേയിരിക്കും. അരുണിന്റെ സർഗവൈഭവത്തെക്കുറിച്ച്. കുരങ്ങും പട്ടിയും പൂച്ചയും പൂവൻ കോഴിയുമെല്ലാം ജീവൻ തുടിക്കുന്നു. മണ്ണിൽ തീർത്ത ശില്പങ്ങൾ കണ്ട് അത്ഭുതം കൂറുന്ന നമ്മോടൊപ്പം കുസൃതി നിറഞ്ഞ കണ്ണുമായി അരുൺകുമാറും ഉണ്ടാവും. വടകര റെയിൽവേ സ്റ്റേഷനിൽ സർഗാലയ്ക്കു വേണ്ടി ചുമർ ചിത്രങ്ങൾ വരച്ചതും അരുൺകുമാർ തന്നെ. എല്ലാ ഒബ്ജക്റ്റ് ഏതൊരു നമ്മളെ പക്ഷികളും മൃഗങ്ങളും ആയാലും എല്ലാം അതുപോലെ തന്നെ, അതായത് എക്സാക്ട് സ്കെയിലിൽ ലൈഫ് സ്കെയിലാണ് അവൻ ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നമുക്ക് എവിടെ പുറത്തൊക്കെ പോയാലും നിങ്ങൾക്ക് ഒരിക്കലും അങ്ങനെ ചെയ്ത് കാണാൻ പറ്റില്ല. എവിടെ കണ്ടാലും അവൻ്റെ ഏതൊരു സ്കൾപ്ചർ എടുത്താലും അതുപോലെ ഒരുപാട് മോഡിഫൈ അവൻ തന്നെ സ്വന്തമായിട്ട് ചെയ്യുന്നത്. അത് തന്നെ അതിന് ഭംഗി കൂട്ടാനും ഒരുപാട് കാര്യങ്ങൾ സാധിക്കുന്നുണ്ട്. ചെയ്യുമ്പോൾ ഒരു സ്ട്രെച്ചർ ഉപയോഗിക്കുന്നില്ല. മെറ്റലിൻ്റെ ആണെങ്കിലും നമ്മുടെ സാധാരണ നോർമലി സ്കൾപ്ചേഴ്സൊക്കെ ചെയ്യുമ്പോൾ അവർ സ്ട്രെച്ചറൊക്കെ ഉപയോഗിക്കും. പക്ഷേ ഇദ്ദേഹം ഒന്നും ചെയ്യുന്നില്ല. എല്ലാം കളിമണ്ണാണ്. ഇപ്പോൾ പ്യുവർലി മണ്ണ് മാത്രം ഉപയോഗിക്കുന്നത്. കാലാണെങ്കിലും പങ്കാണെങ്കിലും എന്തായാലും അത് എല്ലാം കളിമണ്ണിൽ മാത്രമാണ് അവർ ചെയ്തിരിക്കുന്നത്. അരുണിന്റെ കഴിവുകൾ ഈ ശില്പങ്ങളിൽ കാണാം. അരുണിനില്ലാത്ത കഴിവും അരുൺ ശില്പങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഈ പക്ഷികളും മൃഗങ്ങളും മത്സ്യങ്ങളുമെല്ലാം നമ്മോട് സംസാരിക്കുന്നത് അരുണിനെ കുറിച്ചാണ്, അരുണിനെ കുറിച്ച് മാത്രം. ക്യാമറമാൻ ഹുസൈനോടൊപ്പം കോഴിക്കോട് നിന്നും ഷിനിത് രാജ്. പോസിറ്റീവ് ന്യൂസിൽ ഒരിടവേള കൂടി. വാർത്തകൾ തുടരുന്നു. കാട്ടിൽ പോലും കാണാത്ത തരം വണ്ണമുള്ള വള്ളി നാട്ടിൽ. ആലുവയിൽ ഫുഡ് കോർപ്പറേഷന്റെ കോമ്പൗണ്ടിനുള്ളിൽ ചുറ്റിപ്പടർന്ന് പൂത്തു നിൽക്കുന്ന ഞാറളം ഏവർക്കും ഒരു കൗതുക കാഴ്ചയാവുകയാണ്. ഈ ഞാറളം 80-കാരിയാണ്. പ്രൊഫസർ സീതാരാമൻ ഇതിന്റെ കാവൽക്കാരനും. കാട്ടിൽ പോലും ഇത്രയും വണ്ണമുള്ള വള്ളി കാണാൻ പ്രയാസമാണ്. വലിയ അടയ്ക്കാമരത്തിന്റെ വണ്ണമുണ്ട് ഇപ്പോൾ ഈ വള്ളിക്ക്. ഒരു ഊഞ്ഞാൽ കണക്കെ വളഞ്ഞ് റോഡിലേക്ക് നിൽക്കുന്ന വള്ളിമരത്തിന്റെ തടി വഴിയാത്രക്കാർക്ക് ഇന്ന് ഒരു ഇരിപ്പിടം കൂടിയാണ്. ഈ വള്ളിമുത്തശ്ശിയെ വെട്ടിവീഴ്ത്താൻ കട്ടിംഗ് മെഷീനും കോടാലിയുമൊക്കെയായി FCI അധികൃതർ പലവട്ടം എത്തിയെങ്കിലും പ്രൊഫസർ സീതാരാമൻ എന്ന പരിസ്ഥിതി സ്നേഹി വട്ടം നിന്നു. അതുകൊണ്ടുതന്നെ ഈ മുത്തശ്ശി ഇത്തവണയും പൂത്തു. പ്രത്യേക മൂല്യം ഉള്ള ഒരു സസ്യമാണ് ഈ ഞാറളം. വളരെ ചുരുക്കമായിട്ട് ഇത് കായ്ക്കാറുള്ളൂ. നിലം സിമെൻറ്റ് ചെയ്യുമ്പോൾ പോളിഷ് പോലെ ആക്കുന്നതിന് വേണ്ടി, വളരെയധികം മിനുസം കിട്ടുന്നതിന് വേണ്ടി ഈ ഞാറളത്തിൻ്റെ പശയാണ് ഉപയോഗിച്ചിരുന്നത്. ഇതിലെല്ലാ രസമുള്ളതെന്ന് വെച്ചാൽ മുല്ലപ്പെരിയാർ ഡാം ഉണ്ടാക്കിയപ്പോൾ ഇത് ഈ 2 ബ്ലോക്കുകളെ ബൈൻഡ് ചെയ്ത് ഇതിൻ്റെ കൂട്ടത്തിൽ, സുർക്കിയുടെ കൂട്ടത്തിൽ ഞാറളപ്പശ ഉപയോഗിച്ചാണ് ഇത് ബൈൻഡ് ചെയ്തിരിക്കുന്നത്. ജന്മം കൊണ്ട് വള്ളിയാണെങ്കിലും കർമ്മം കൊണ്ട് ഈ ഞാറളം അത്ര നിസാരക്കാരിയല്ല. ഇതിന്റെ പശ കൂടിയാണ് നമ്മുടെയെല്ലാം നെഞ്ചിലെ തീയായ മുല്ലപ്പെരിയാർ ഡാമിനെ സുർക്കിയോട് ചേർത്ത് പിടിച്ചു നിർത്തിയിരിക്കുന്നത്. കൊട്ടാരങ്ങളുടെ അകത്തളങ്ങളിലെ ഒളിമങ്ങാത്ത മിന്നിത്തിളക്കത്തിന് പിന്നിലും ചെറുതല്ലാത്തൊരു പങ്ക് ഈ കാട്ടുവള്ളി പശയ്ക്കുണ്ട്. ജീവൻ ന്യൂസ്, കൊച്ചി. പാലക്കാടൻ പാരമ്പര്യ കലാരൂപമായ തോൽപ്പാവക്കൂത്തുമായി എത്തിയ ഷൊർണൂരിലെ രാമചന്ദ്ര പുലവർ ക്രാഫ്റ്റ് മേളയിലെ വേറിട്ട കാഴ്ചയായി. മാൻതോലിലും കാളത്തോലിലും തീർത്ത നിരവധി പാവകളുമായാണ് പുലവർ മേളയിലെത്തിയത്. ഈ ഗാനരംഗത്തെ പാവക്കൂത്ത് ഏറെ ആസ്വദിച്ചവരാണ് നമ്മൾ. പക്ഷേ ഇതിനു പിന്നിൽ പ്രവർത്തിച്ച കരങ്ങൾ രാമചന്ദ്ര പുലവരുടേതാണെന്ന് എത്ര പേർക്കറിയാം? ലോകത്തിലെ ആദ്യ കലാരൂപം ഏതെന്നു ചോദിച്ചാൽ ഒരു ഉത്തരമേയുള്ളൂ: നിഴൽ നാടകങ്ങൾ. അതിന്റെ രൂപാന്തരമാണ് പാവക്കൂത്ത്. രാമകഥയാണ് ആദ്യകാലത്ത് പാവക്കൂത്തിൽ വിഷയമായിരുന്നതെങ്കിൽ ഇന്ന് വർത്തമാനകാല രാഷ്ട്രീയ സാമൂഹിക സംഭവങ്ങളും വിഷയമാകുന്നു. മാൻതോലിലായിരുന്നു പണ്ടുകാലത്ത് പാവകളെ നിർമ്മിച്ചിരുന്നതെങ്കിൽ ഇന്ന് കാളയുടെയും പോത്തിന്റെയും തോലാണ് ഉപയോഗിക്കുന്നത്. ദശാവതാരം, മീശമാധവൻ, വെങ്കലം തുടങ്ങി നിരവധി സിനിമകളിലും രാമചന്ദ്ര പുലവർ പാവക്കൂത്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ കുടുംബം ഷൊർണൂരിലുള്ളതായിട്ടുള്ള അടുത്തുള്ള കവളപ്പാറ കുടുംബമാണ്. കവളപ്പാറ സംഘം എന്ന് അറിയപ്പെടുന്നത്. ഈ സംഘം
ഒരു 12 തലമുറകളായി ഞങ്ങൾ പാവക്കൂത്ത് ചെയ്തു വരുന്നു. പക്ഷേ 4 മാസം മാത്രമേ വേദികളുള്ളൂ ക്ഷേത്രങ്ങളിൽ. അപ്പോൾ വേദികൾ ലഭിക്കാത്ത കാരണം കൊണ്ട് ഇതിൻ്റെ അകത്ത് പുതിയ കലാകാരന്മാരെ ഉൾപ്പെടുത്തി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ വർഷാവർഷം ഈറിൻ്റെ സ്റ്റോറി ചെയ്യാറുണ്ട്. അത് കേന്ദ്ര സാംസ്കാരിക വകുപ്പിൻ്റെയും കേരള സാംസ്കാരിക വകുപ്പിൻ്റെയും സാമ്പത്തിക സഹായത്തോടു കൂടി ഗാന്ധി ചരിതം, യേശു ചരിതം, പിന്നെ മഹാബലി ചരിതം, പിന്നെ സാമൂഹിക പ്രശ്നങ്ങൾ, ഷേക്സ്പിയർ നാടകങ്ങൾ, ഇതെല്ലാം ഇംഗ്ലീഷിൽ, ഹിന്ദി പല ഭാഷയും ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ബാക്കിയുള്ള സമയങ്ങളിൽ വേദി കിട്ടാറുണ്ട്. സാംസ്കാരിക വകുപ്പിന്റെ അവഗണന കാരണം ഈ ജനകീയ കലാരൂപം അന്യം നിന്നു പോകുമോ എന്ന ആശങ്കയിലാണ് ഇന്ന് ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്ന കലാകാരന്മാർ. നിരവധി സന്ദർശകരാണ് രാമചന്ദ്ര പുലവരുടെ ഈ സ്റ്റാൾ കാണാൻ എത്തുന്നത്. ക്യാമറമാൻ ഹുസൈനോടൊപ്പം കോഴിക്കോട് നിന്നും ഷിനിത് രാജ്. പഠനത്തോടൊപ്പം ഫുട്ബോളിൽ ശാസ്ത്രീയ പരിശീലനവും നൽകുന്ന ബ്യൂസിഫാലസ് ഇന്റർനാഷണൽ സ്കൂൾ ഓഫ് ഫുട്ബോൾ കായികരംഗത്ത് പുതിയ വഴിത്തിരിവാകുന്നു. കോതമംഗലം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്കൂളിൽ സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നായി തെരഞ്ഞെടുക്കപ്പെട്ട 40ഓളം കുട്ടികളാണ് പഠിക്കുന്നത്. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അക്കാദമിക് പഠനത്തോടൊപ്പം ഫുട്ബോളിൽ ശാസ്ത്രീയ പരിശീലനവും നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ബ്യൂസിഫാലസ് ഇന്റർനാഷണൽ സ്കൂൾ ഓഫ് ഫുട്ബോൾ പ്രവർത്തനം ആരംഭിച്ചത്. ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷൻ ലൈസൻസ് ലഭിച്ച പരിശീലകരുടെ നേതൃത്വത്തിലായിരിക്കും പരിശീലനം. കൂടാതെ അക്കാദമിക് പഠനത്തിന്റെ നിലവാരം ഉയർത്തുന്നതിനായി മികച്ച അധ്യാപകരുടെ സേവനവും ഒരുക്കിയിട്ടുണ്ട്. താമസവും ഭക്ഷണവും സൗജന്യമായി നൽകുന്നതിന് പുറമെ നിലവാരം പുലർത്തുന്ന കുട്ടികൾക്ക് 22 വയസ്സ് വരെ താമസിച്ച് ഫുട്ബോളിൽ ചിട്ടയായ പരിശീലനം നടത്തുന്നതിനുള്ള അവസരവുമുണ്ട്. ദീർഘനാളത്തെ ഒരു ഫുട്ബോൾ എഡ്യൂക്കേഷൻ കൊടുത്താൽ മാത്രമാണ് നമുക്കത് കുട്ടികളിൽ അപ്ലൈ ചെയ്ത് അവരെ നമുക്ക് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ കഴിയുള്ളൂ. ഈ ഫുട്ബോൾ എഡ്യൂക്കേഷൻ കൊടുക്കുന്നതിൽ നമുക്ക് സംസ്ഥാനത്ത് ഇതുവരെ ആ രീതിയിലൊരു പ്രവർത്തനം, ആ ഒരു രീതിയിലൊരു സ്ഥാപനം, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഇന്ന് നാളിതുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഫുട്ബോൾ എഡ്യൂക്കേഷനാണ് ഞങ്ങളിവിടെ കൊടുക്കുന്നത്. ഈ ഫുട്ബോൾ എഡ്യൂക്കേഷനോട് തന്നെ അക്കാഡമിക് എഡ്യൂക്കേഷൻ കൊടുത്താൽ മാത്രമേ ആ കുട്ടികളെ നമുക്ക് മുന്നിൽ കൊണ്ടുവരാൻ കഴിയൂ. കേവലം കാൽപന്തുകൾ എന്നതിനപ്പുറം ഫുട്ബോളിന്റെ ശാസ്ത്രീയ വശങ്ങളിലേക്ക് നയിക്കുന്ന ഈ അധ്യാപന രീതി വേറിട്ട അനുഭവമാണെന്ന് വിദ്യാർത്ഥികളും സമ്മതിക്കുന്നു. ഇവിടെ വന്നേ പിന്നെ ഫുട്ബോൾ രംഗത്തും പഠന രംഗത്തും ഒരുപാട് വിജയങ്ങൾ കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇവിടെ എറണാകുളത്ത് നടന്ന ഒരു പ്ലസ് ടുവിൻ്റെ സ്കൂൾ വേൾഡ് കപ്പിൽ ഞാൻ ഉൾപ്പെടുന്ന ടീമിന് വിജയികളെ അവസാനിച്ചു. തൊടുപുഴയുള്ള കൊക്കക്കോള ടൂർണമെൻറ്റ്, അങ്ങനെയുള്ള ഒരുപാട് ടൂർണമെൻറ്റ് ഞങ്ങൾ വിൻ ചെയ്തു. എനിക്ക് ഇവിടെ വന്നേ പിന്നെ ഒരുപാട് പ്രതീക്ഷകളുണ്ട്. എനിക്ക് ഭാവിയിലേക്ക് ഇനി ഒരുപാട് മെച്ചപ്പെടാൻ സാധിക്കുന്നതാണ് എൻ്റെ പ്രതീക്ഷ. ഇംഗ്ലണ്ട്, സിംഗപ്പൂർ എന്നിവിടങ്ങളിൽ ഫുട്ബോളിൽ ശാസ്ത്രീയ പഠനം നടത്തിയിട്ടുള്ള കോതമംഗലം അമ്പഴച്ചാലിൽ എൽദോ സീരിയസിന്റെ നേതൃത്വത്തിലാണ് ഫുട്ബോൾ സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. മികച്ച അഭിഭാഷകൻ കൂടിയായ ഇദ്ദേഹം ഇതിനായി സ്വന്തമായി ഉണ്ടായിരുന്ന 2.5 ഏക്കറോളം സ്ഥലം ഗ്രൗണ്ടിനും സ്കൂളിനുമായി വിട്ടു നൽകുകയും ചെയ്തു. ജനകീയമായ ഒരു കായിക വിനോദമെന്ന നിലയിൽ ഫുട്ബോളിൽ തൽപരരായ പുതുതലമുറയെ ചെറുപ്പത്തിലെ തന്നെ കണ്ടെത്തി ശാസ്ത്രീയമായി വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യമാണ് സ്കൂളിന്റെ അണിയറ പ്രവർത്തകർക്കുള്ളത്. സിജോ വർഗീസ്, ജീവൻ ന്യൂസ്, കോതമംഗലം. പോസിറ്റീവ് ന്യൂസ് സമാപിക്കും മുമ്പായ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിശ്വസാഹിത്യകാരന്മാരുടെ പുസ്തകങ്ങളുമായി സഞ്ചരിക്കുന്ന വായനശാല. പുസ്തകശാലയുടെ ലക്ഷ്യം ജനങ്ങളിൽ വായനാശീലം വളർത്താൻ. ബാലമന്ദിരത്തിലെ കുട്ടികൾക്ക് യോഗ പരിശീലനം. പദ്ധതിക്ക് പിന്നിൽ തിരുനാവായിലെ സാർവലൗകിക വ്യക്തി സമന്വയ കേന്ദ്രം. ഭക്ഷണപ്രിയർക്ക് സഞ്ചരിക്കുന്ന ഭക്ഷണശാല ഒരുക്കി മാമൂസ് റെസ്റ്റോറന്റ്. ഭക്ഷണശാല ഒരുക്കിയിരിക്കുന്നത് കുടുംബശ്രീക്ക് കീഴിൽ. പാരമ്പര്യം കൈവിടാതെ വയനാട്ടിലെ ആദിവാസി സമൂഹം. മുളയും വൈക്കോലും കൊണ്ട് നിർമ്മിച്ച വീടുകൾ ഊരുകളിൽ സജീവം. ഇതോടെ പോസിറ്റീവ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.